ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ടോ അത്രയും മർമ്മമുണ്ട്. ഉള്ളിൽ മർമ്മങ്ങളുണ്ട്, ഹൃദയത്തിന്റെ ഉള്ളിൽ മർമ്മങ്ങളുണ്ട്, വൃക്കയുടെ ഉള്ളിൽ അങ്ങനെയുള്ള സ്ഥാനങ്ങളുണ്ട്. മർമ്മം എന്നുള്ള വാക്ക് മരണത്തിന് കാരണമാകുന്നതും വർമ്മം എന്ന വാക്ക് ജീവനിലേക്ക് കൊണ്ടുവരുന്നതുമാണ്. എൻ്റെ ശാസ്ത്രത്തിൽ പറയുന്നത് പ്രമേഹത്തിന്റെ തുടക്കം മസ്തിഷ്കത്തിന്റെ കോശങ്ങളിൽ ഉണ്ടാകുന്ന നാശത്തിൽ നിന്നാണ്. പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥ ഇൻസുലിൻ എടുത്തു നിൽക്കുന്ന ഒരു അവസ്ഥയല്ല എങ്കിൽ 90 ദിവസം കൊണ്ടും അച്ചടക്കമുള്ള ഒരു മനുഷ്യനാണ് പ്രമേഹത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ 6 മാസം കൊണ്ടും 180 ദിവസം കൊണ്ടും അയാളെ നമുക്ക് സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരാം. ഏറ്റവും വലിയ ഒരു മണ്ടത്തരം എണ്ണ തേച്ചാൽ മുടി വളരും എന്നുള്ളതൊരു മണ്ടത്തരം. കേരളത്തിലെ ഈ കാച്ചി എണ്ണ എന്ന് പറയുന്നവരെടുത്ത് മൊത്തം ചോദിച്ചു, അവരെല്ലാം പറയും കറ്റാർവാഴ, നെല്ലിക്ക, കയ്യൂന്യം, ചെമ്പരത്തി, ഇതെല്ലാം തണുപ്പാണ്. എല്ലാം തണുപ്പാണ്. ഉഷ്ണത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ തലനീരിറങ്ങി പെടലിക്ക് വേദനയെടുത്ത് തിരിക്കാൻ പറ്റാതായി. അതാണ് ഇതിൻ്റെ കാരണമെന്നറിയാതെ നാടായ നാട്ടിലുള്ള എല്ലാ ചികിത്സാലയങ്ങളിലും കയറിയിറങ്ങി നടക്കുന്നവരുണ്ട്. അരി എന്നുള്ള വാക്കിന് ശത്രു എന്നൊരർത്ഥമുണ്ട്. അതെന്താ? ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആവശ്യത്തിന് ഇറച്ചിയും മീനും കഴിക്കാം, പക്ഷെ ഫ്രൂട്ട്സ് കഴിക്കരുത്. അതൊരു വിചിത്രമായി തോന്നുന്നുണ്ടല്ലോ. വവ്വാല് കടിച്ച പഴം തിന്നത് വലിയ വാർത്തയായി. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കാക്കപ്പാതിയും വാവലുപാതിയും ഒക്കെ കഴിക്കുന്നവരായിരുന്നു, നമ്മൾ ഉൾപ്പെടെ. എൻ്റെയൊക്കെ നാട്ടിലെ പത്തായത്തിൽ നിന്ന് നെല്ലെടുക്കുന്നത് ഇടുന്നത് മുകളിലൂടെ ആണെങ്കിൽ എടുക്കുന്നത് അവിടെ തന്നെയാണ്. കാരണം പഴയ നെല്ലാണ് എടുക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നില്ല. കേരളത്തിലെ ഭക്ഷണ രീതിയാണ് ഏറ്റവും വൃത്തികെട്ട ഭക്ഷണ രീതി. ആധുനിക വൈദ്യശാസ്ത്രം ഉപേക്ഷിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പലപ്പോഴും ചികിത്സിക്കുന്നത്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മർമ്മ ചികിത്സകനായ കീർത്തികുമാർ സാറിന് ABC ടോക്കിലേക്ക് സ്വാഗതം. ശ്രീ കീർത്തികുമാറിനെ അല്ലെങ്കിൽ ശ്രീ സ്വാമി ഗുരുകുലത്തെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ടതിൻ്റെ ഒരു ധാർമ്മികത ABCക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ കാലത്ത് നമുക്ക് ഈ മർമ്മവിദ്യയുടെയും നാട്ടറിവിൻ്റെയും റിസൾട്ട് ഇപ്പോഴും കാണാൻ പറ്റും. ഇതിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിക്കുന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ ഫലം ആൾക്കാരിൽ കാണാൻ പറ്റും. രോഗികൾക്ക് സുഖം ലഭിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളുടെ അടുത്ത് 100 പേര് വന്നാൽ 80 പേരെയും സുഖപ്പെടുത്താനായിട്ട് സാധിക്കും. അതിൻ്റെ പുറകിൽ അത്ഭുതങ്ങളോ മന്ത്രവാദമോ മാജിക്കോ ഒന്നുമല്ല. ഒരു മനുഷ്യൻ്റെ ശരീരത്തിനെ മനസ്സിലാക്കി അതിൻ്റെ ഘടനയും അതിൻ്റെ രചനയെയും എങ്ങനെയാണ് ഒരു ശരീരം പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തിക്കുന്നത് അതിൻ്റെ വഴികൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയാൽ ഈ മർമ്മശാസ്ത്ര ഒരു ഞാൻ ചോദിക്കുന്ന ആ മനസ്സിലാക്കലിന് ഇന്നും നമ്മൾ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി കണ്ടെത്തിയിരിക്കുന്ന ഇപ്പം പെറ്റ് സ്കാൻ ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ പ്രചാരണത്തിൽ എത്തി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു യുക്തിക്ക് ഇപ്പോഴും ഒരു സ്പേസ് ഉണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലെ അതെന്താണ് ആ സ്പേസ് എന്നുള്ളത് അറിയാൻ ആഗ്രഹം. ആ സ്പേസ് എന്ന് പറഞ്ഞാൽ ആധുനിക വൈദ്യശാസ്ത്രം ഉപേക്ഷിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പലപ്പോഴും ചികിത്സിക്കുന്നത്. ഇത് മനുഷ്യനാണ്, യന്ത്രമല്ല. ഞങ്ങളുടെ രോഗത്തിനെ മനസ്സിലാക്കുന്നത് അല്ല, രോഗിയെയാണ്, ആ വ്യക്തിയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കുന്നതിന് ദർശനം, കാണുന്നതിലൂടെ, സ്പർശനത്തിലൂടെ, സാന്നിധ്യത്തിലൂടെ, ഒരാളുടെ വ്യവഹാരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒക്കെ നമുക്ക് ആ വ്യക്തിയുടെ രോഗവും രോഗത്തിൻ്റെ അവസ്ഥയും കാരണങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. 80% റിസൾട്ട് ഉണ്ടെന്നാണ്. 100 പേര് വന്നാൽ ഇത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നതാണ്. അതായത് ഇത് നമ്മൾ വെറുതെ വന്നു കയറി ചികിത്സിച്ചു പോയി അങ്ങനല്ല. ഒരാൾ വന്നാൽ അയാളുടെ സമ്പൂർണമായ വിവരങ്ങൾ നമ്മൾ അവിടെ രേഖപ്പെടുത്തി വെക്കും. അയാൾ മുമ്പ് പോയിട്ടുള്ള ചികിത്സകൾ, ആ ചികിത്സകൾക്ക് പോയ സമയത്ത് അവരെടുത്ത മെഡിക്കൽ ടെസ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ അവിടെ വെക്കും. നമ്മുടെ ചികിത്സ കഴിഞ്ഞതിന് ശേഷം, ഉദാഹരണത്തിന് ഹൃദയത്തിന് ബ്ലോക്കുള്ള ഒരു വ്യക്തി വന്നാൽ അയാളുടെ കയ്യിൽ ആ പ്രൂഫുണ്ട്, ഹൃദയത്തിന് ബ്ലോക്കുണ്ട്. നമ്മളുടെ ചികിത്സ കഴിഞ്ഞു പോയാൽ അത് പരിശോധിച്ച് നോക്കിയാൽ ആ ബ്ലോക്ക് അവിടെ ഉണ്ടാവില്ല. മുട്ടിന് തകരാറുള്ള ഒരു വ്യക്തി, അയാൾക്ക് നടക്കാൻ പറ്റുന്നില്ല, അതാണ് അയാളുടെ ഏറ്റവും വലിയ നമ്മളുടെ അടുത്ത് വരുമ്പോൾ ഉള്ള തെളിവ്. അയാൾക്ക് നടക്കാൻ പറ്റുന്നില്ല, പടി കയറാൻ പറ്റുന്നില്ല. ചികിത്സ കഴിയുമ്പോൾ അയാൾ നടക്കുകയും ഓടുകയും പടി കയറുകയും ചെയ്യും. അപ്പോൾ ഇവിടെ അയാളുടെ മുട്ട് തേഞ്ഞു പൊടിഞ്ഞു പോയി എന്ന് പറയുന്ന സ്കാനിങ്ങുകൾക്ക് എന്താ പ്രസക്തി?
അതിനവിടെ പ്രസക്തി ഇല്ലാതാവുകയാണ്. അവിടെ റിസൾട്ടാണ് ഇതിൻ്റെ അടിസ്ഥാനം. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത്, ഉദാഹരണത്തിന് ഈ പ്രമേഹ രോഗികൾ വരും. ഈ പ്രമേഹ രോഗികൾ വരുന്നത് നടുവേദനയ്ക്കോ മുട്ടുവേദനയ്ക്കോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. നമ്മളുടെ ചികിത്സയ്ക്ക് മുമ്പ് അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 400 HbA1c എന്ന് പറയുന്ന ശരാശരി ഗ്ലൂക്കോസിൻ്റെ അളവ് 12 മുകളിലായിരിക്കും. നമ്മളുടെ 90 ദിവസത്തെ ചികിത്സ കഴിയുമ്പോഴത്തേക്ക് ഈ HbA1c നേരെ 6 5.5 എത്തും. ഇത് തെളിവല്ലേ? അപ്പം നമുക്ക് ഈ ആധുനിക സ്കാനിങ്ങുകളെയോ ചികിത്സകളെയോ ഒന്നും തള്ളി പറയുന്നില്ല. പക്ഷെ അതിന് ചില മനുഷ്യരിൽ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. അല്ല, എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നിരീക്ഷണങ്ങൾ, ഇപ്പം നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്ത് സ്കാനിങ്ങിലൂടെ ശരീരത്തിൽ മുഴ കണ്ടുപിടിക്കുന്നു, മാറ്റം സംഭവിക്കുന്നു, കൊളസ്ട്രോളുള്ള സ്കാനിങ് സംഭവിക്കുന്നു. ഇതൊക്കെ കണ്ടെത്തി കഴിയുമ്പോഴും ഒരു വ്യക്തിയിലെ രോഗാവസ്ഥയുടെ യഥാർത്ഥ തലം കണ്ടെത്താൻ മോഡേൺ മെഡിസിന് കഴിയുന്നില്ലയോ, അല്ലെങ്കിൽ ആ ഡോക്ടർക്കോ അവിടെ ഇടപെടുന്ന വ്യക്തിക്കോ കഴിയുന്നില്ലയോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അത് താങ്കൾക്കും താങ്കളുടെ സ്ഥാപനത്തിനും കഴിയുന്നത് കൊണ്ടാണല്ലോ ഇത് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ. അതെ, തീർച്ചയായിട്ടും. ഈ ഇത്രയും ഡോക്ടേഴ്സും ഇത്രയും മെഡിക്കൽ പ്രൊഫഷണൽസും ഒക്കെ നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ആ ഗ്യാപ്പിൻ്റെ കാരണം എന്താണ് ആ ഗ്യാപ്പ് എന്നൊന്ന് പറഞ്ഞു. ആ ഗ്യാപ്പ് മനസ്സാണ്. യന്ത്രം കൊണ്ട് അളന്നെടുക്കാൻ പറ്റാത്തതാണ് മനസ്സ്. ആധിയിൽ നിന്നാണ് പലപ്പോഴും വ്യാധി ഉണ്ടാകുന്നത്. നമുക്ക് ഈ വ്യാധിയെ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പരിശോധിച്ചൊരു യന്ത്രത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ആധിയെ മാത്രമാണ്, വ്യാധിയെ മാത്രമാണ്. ആധിയെ അളക്കാൻ ഉള്ള ഒരു ഉപകരണം ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. എനിക്കിവിടെ വേദനയുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കും. ആധിയിൽ നിന്നാണ്, മനസ്സിൽ നിന്നാണ് ഇതിൻ്റെ ഏത് രോഗത്തിൻ്റെയും അപകടങ്ങളുടെ പോലും മൂലകാരണം മനസ്സാണ്. ഈ മനസ്സിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് മനസ്സിൻ്റെ 6 തട്ടുകളെക്കുറിച്ച് വരെ ഈ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഈ മനസ്സിൻ്റെ ഓരോ തട്ടിൽ നിൽക്കുന്ന ആൾക്കും വരുന്ന രോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അയാൾക്ക് വരാൻ സാധ്യതയുള്ള ചില പ്രത്യേക തട്ടുകളിൽ നിൽക്കുന്നവരുടെക്കുള്ള രോഗങ്ങളെ നമുക്ക് ചികിത്സിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. സാധ്യവും അസാധ്യവും എന്ന് നമ്മൾ തിരിക്കുന്നുണ്ട്. പെട്ടെന്ന് സാധിക്കുന്നതും പതുക്കെ സാധിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഈ മനസ്സിന്റെ തലം, ഈ 7 തലം മനസ്സിലാക്കിയതിന് ശേഷമാണ്. അതൊരു മനുഷ്യന്റെ ജന്മം കൊണ്ട് സംഭവിക്കുന്നതാണോ? ജന്മം കൊണ്ടും കർമ്മം കൊണ്ടുമാണ് ഒരാളുടെ മനസ്സിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ വരുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പഠനമാണ് കളരികളിലൂടെയും ഗുരുക്കന്മാരിലൂടെയും നമ്മൾ നേടുന്നത്. ഈ ശരിക്കും ഈ മർമ്മ ചികിത്സ ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്നത് വേദനകൾ അല്ലെങ്കിൽ നമ്മുടെ മർമ്മത്തെ തൊട്ടുകൊണ്ടുള്ള ചികിത്സയാണല്ലോ. അവിടെ എങ്ങനെയാണ് ഈ ഷുഗറും ബാക്കിയുള്ള ഈ ജീവിതശൈലി രോഗങ്ങൾ വരുന്നത്? എങ്ങനെയാണ് ചികിത്സിക്കപ്പെടുന്നത് അറിയാൻ വേണ്ടി. ഷുഗറും നമ്മുടെ ശരീരത്തിനെയാണല്ലോ ബാധിക്കുന്നത്. അതെ. ഞാൻ മനസ്സിലാക്കിയ മർമ്മ ചികിത്സ തൊട്ട് ഇപ്പം നിങ്ങളുടെ തന്നെ ക്യാമ്പയിനിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ABC തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയിൽ ഏകദേശം 2 മില്യൺ ആൾക്കാർ കണ്ട വീഡിയോ തന്നെ പറയുന്നുണ്ട് 2 മിനിറ്റ് കൊണ്ട് ഫലം. അങ്ങനെ ഒരു പോയിന്റ് നമ്മുടെ പരസ്യങ്ങളിലും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഗുരുകുലത്തിൻ്റെ കുറേ ക്യാമ്പയിനുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആ ചികിത്സ? അതായത് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് 2 ചോദ്യങ്ങളാണ് ഇതിനകത്ത്. അതെ. അപ്പോൾ ഈ 2 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ ചിലപ്പം 10 മിനിറ്റ് സമയമെടുക്കും ആ വ്യക്തിയെ. ആ വ്യക്തിയുടെ പലപ്പോഴും മുട്ടിൻ്റെ ചിരട്ട മാറിയിരിക്കുന്നതാണ് വളരെ സങ്കീർണമായ അവസ്ഥയായിട്ട് ചിലർ പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് പെട്ടെന്ന് നേരെയാക്കാൻ പറ്റും. അപ്പം നടുവിൻ്റെ പ്രശ്നം ഇപ്പോൾ പ്രായം, ആരോഗ്യം, പൊതുവായിട്ടുള്ള അയാളുടെ ജീവിത രീതിയൊക്കെ അനുകൂലമാണ് എങ്കിൽ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് നേരെയാക്കാൻ പറ്റും. ഈ നേരെയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ കാരണം ഉള്ളിൽ കിടപ്പുണ്ടാവും. അപ്പം നിങ്ങൾക്ക് നടക്കാൻ പറ്റി, പക്ഷെ നടക്കാൻ പറ്റാതായതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ഉള്ളിൽ കിടപ്പുണ്ട്. ആ കാരണത്തിനെ നേരെയാക്കാനായിട്ട് കുറച്ച് സമയം കൂടെ വേണ്ടി വരും. അപ്പം പെട്ടെന്നുണ്ടായ ഒരു അപകടമാണ്, ഒരവസ്ഥയാണെങ്കിൽ അതിനെ പെട്ടെന്ന് നമുക്ക് നേരെയാക്കാം. മാസങ്ങൾ എടുത്ത് പരിണമിച്ചു വന്നതാണെങ്കിൽ അതിനെ എടുക്കാൻ സമയം വരും. അതുകൊണ്ടാണ് ഇതിനെ സാധ്യമെന്നും അസാധ്യമെന്നും തിരിച്ചിട്ടുണ്ട്. അതിവേഗ സാധ്യം എന്നുള്ള ഒരു വിഭാഗത്തിൽ കാരണം ഇതിന് കളരിപ്പയറ്റിൻ്റെ പശ്ചാത്തലമാണ്. ഈ കളരിപ്പയറ്റിൻ്റെ പശ്ചാത്തലമായതുകൊണ്ട്
നമ്മൾ ഒരു അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന പരിക്കിനെ ആ നിമിഷം മാറ്റണം, എന്നിട്ട് അടുത്ത നിമിഷം അയാൾ കളത്തിലിറങ്ങണം. ആ രീതിയിലുള്ള മുറകൾ ഇതിനകത്തുള്ളത് കൊണ്ടാണ് ഈ 2 നമുക്ക് മിനിറ്റ് അങ്ങനെ സാധിക്കുന്നത്. ശരി. എന്നാൽ ഇത് സാധിക്കാത്തവരുമുണ്ട്. ഇപ്പോൾ പ്രമേഹത്തിൻ്റെ കാര്യം ചോദിച്ചു. ഈ മർമ്മചികിത്സയെക്കുറിച്ച് നമുക്കൊരു തെറ്റിദ്ധാരണ, ഒന്ന് ഈ വാക്ക് തെറ്റാണ്. മർമ്മം എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിക്കേണ്ടത്, വർമ്മം എന്നാണ്. ചികിത്സയിൽ വരുമ്പോൾ ഇത് വർമ്മമാണ്. മർമ്മം എന്നുള്ള വാക്ക് മരണത്തിന് കാരണമാകുന്നതും വർമ്മം എന്ന വാക്ക് ജീവനിലേക്ക് കൊണ്ടുവരുന്നതുമാണ്. ഇത് രണ്ടും 2 രീതിയാണ്. ഒരു ആളുടെ ഇപ്പോൾ കയ്യിൽ ഇപ്പോൾ പിണർമുണ്ട എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു മർമ്മമുണ്ട്. ഇവിടെ കുത്തിയാൽ ആള് തകരാറിലാവും ആ മർമ്മഭാഗത്ത്. അതിനെ വലത്തോട്ട് കറക്കിയാൽ ചികിത്സയും ഇടത്തോട്ട് കറക്കിയാൽ പരിക്കുമാണ് ഉണ്ടാകുക. അപ്പോൾ ഇടത്തോട്ട് കറക്കുന്നത് വർമ്മം, അതായത് കായികാഭ്യാസത്തിൽ, യുദ്ധത്തിൽ ശത്രുവിൻ്റെ മുമ്പിൽ അത് മർമ്മവും രോഗിയുടെ മുമ്പിൽ അത് വർമ്മവുമാണ്. വർമ്മകലൈ എന്നാണ് അതിനെ പറയുന്നത്. നിങ്ങൾ അറിയാതെ പ്രചരിച്ചത് മർമ്മം എന്നുള്ള വാക്കാണ്. അത് നമ്മുടെ നാട്ടിലെ ഈ കളരിപ്പയറ്റിനെ കുറിച്ചൊക്കെയുള്ള കഥകളും നാടോടി കഥകളിൽ നിന്നൊക്കെ ഈ മർമ്മം എന്നുള്ള വാക്ക് കേട്ടത്. വന്ദേമാതരത്തിനകത്ത് പോലും ഈ മർമ്മം എന്നുള്ള തുമി വിദ്യ, തുമി ഹൃദി, തുമി മർമ്മ, വന്ദേമാതരത്തിനകത്ത് പോലും ഈ മർമ്മം എന്നുള്ള വാക്ക് മലയാളം അല്ല, ഇത് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഈ മർമ്മം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. വർമ്മം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, എല്ലാ ഭാഷയിലും ഉണ്ട്. അപ്പൊ ഈ എല്ലാ മർമ്മസ്ഥാനങ്ങളെയും ചികിത്സ ഉപാധിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ? എല്ലാ മർമ്മസ്ഥാനങ്ങളും അല്ല, ശരീരം മുഴുവൻ ഒറ്റ മർമ്മമാണ്. അതായത് ശരീരം എന്ന ഒരു വർമ്മം അല്ലെങ്കിൽ ഒരു മർമ്മം, മനസ്സ് എന്ന് പറഞ്ഞ് മറ്റൊരെണ്ണം. പിന്നീട് ഇതിനകത്താണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഈ 108 മർമ്മങ്ങളുണ്ട് എന്ന് പറയുന്നത് ഇത് കുട്ടികളെ നമ്മൾ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത് പോലെയാണ്. ഇപ്പോൾ തറ, പന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളെ ചിത്രം കാണിച്ചിട്ട് പഠിപ്പിക്കുന്നത് പോലെ ഒരു വിദ്യാർത്ഥിയെ പരിശീലിപ്പിക്കാനുള്ള പ്രാഥമികമായ പാഠ്യപദ്ധതി മാത്രമാണ് ഈ 108 മർമ്മങ്ങൾ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ടോ അത്രയും തന്നെ ഈ സ്ഥാനങ്ങളുണ്ട്. ചികിത്സിക്കാനും അവനെ അപായപ്പെടുത്താനുമുള്ള സാധനങ്ങളുണ്ട്. ഇത് നമുക്കൊരു തെറ്റിദ്ധാരണ, ഇപ്പം മർമ്മം എന്നുള്ള വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും, കാരണം പൊതുവായിട്ട് അറിയപ്പെടുന്നതാണ്. ഈ മർമ്മം കൊണ്ട് ഇത് തിരുമ്മാണ്, ഒഴിച്ചിലാണ്, പിന്നെ ശരീരത്തിൽ എണ്ണ ഇട്ട് കൊടുക്കുന്നതാണ്, പുറമേ ഉള്ളതാണ് എന്നൊക്കെ ആണ് ഒരു ധാരണ. അല്ല, ഞാനും ആ തെറ്റിദ്ധാരണ കൊണ്ടാണ് ചോദിച്ചത്, ഇത് എങ്ങനെയാണ് ഷുഗറിന് ഉപകരിക്കുന്നതെന്ന്. എനിക്ക് ആ ചോദ്യം ഉണ്ടായത് തന്നെ അതിൽ നിന്ന്. അതെ, അപ്പോൾ ഈ പ്രമേഹം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? 20 തരത്തിലുള്ള പ്രമേഹത്തിനെ കുറിച്ച് നമ്മളുടെ ഈ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. 20 തരത്തിലുള്ള പ്രമേഹം. ആദ്യത്തെ 10 വാതവും, അടുത്ത 6 പിത്തത്തിൻ്റെ രൂപത്തിലും, അടുത്ത 4 കഫത്തിൻ്റെ രൂപത്തിലുള്ളതാണ്. ഇത് കോളേജുകളിൽ പഠിക്കുന്നവർ അല്പം വ്യത്യസ്തമായിട്ടാണ്, ഇത് നേരെ തിരിച്ചാണ് കോളേജുകളിൽ പഠിക്കുന്നത്. ഞങ്ങളുടെ രീതിയിൽ ഇങ്ങനെയാണ്. ഈ ബാഹ്യമായ മർമ്മങ്ങളെക്കുറിച്ചാണ് ചിത്രകഥാ പുസ്തകങ്ങളിലും ഈ കടകളിൽ വാങ്ങാൻ കിട്ടുന്ന പുസ്തകങ്ങളിലും പറയും. ഉള്ളിൽ മർമ്മങ്ങളുണ്ട്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ മർമ്മങ്ങളുണ്ട്, വൃക്കയുടെ ഉള്ളിൽ അങ്ങനെയുള്ള സ്ഥാനങ്ങളുണ്ട്. അത് ആധുനിക വൈദ്യം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർക്ക് ഇതിനെക്കുറിച്ച് തികഞ്ഞ നിശ്ചയമുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് അവരൊരു അവയവത്തിനെ കീറുന്നതും മുറിക്കുന്നതുമൊക്കെ. നമുക്ക് അപ്പോൾ ഈ അകത്ത മർമ്മങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഔഷധങ്ങളുണ്ട്. ആ ഔഷധങ്ങൾ ശരീരത്തിൽ ദഹിച്ച് സാധാരണ രീതിയിൽ പോകുന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ശരീരത്തിലെ ഈ മർമ്മസ്ഥാനങ്ങളെ അത് നന്നായിട്ട് സ്വാധീനിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥ ഏത് തലത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട മർമ്മങ്ങളെ വേണ്ട രീതിയിൽ അതിനെ ക്രമീകരിക്കുകയോ അതിനെ ചികിത്സിക്കുകയോ ചെയ്താൽ, ഔഷധം കൊണ്ടോ അല്ലെങ്കിൽ സ്പർശനം കൊണ്ടോ, ആ രോഗത്തിനെ നമുക്ക് 90 ദിവസം കൊണ്ട്, ഇൻസുലിൻ എടുത്തു നിൽക്കുന്ന ഒരവസ്ഥയല്ല എങ്കിൽ 90 ദിവസം കൊണ്ടും, അച്ചടക്കമുള്ള ഒരു മനുഷ്യനാണ്, പ്രമേഹത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ 6 മാസം കൊണ്ടും 180 ദിവസം കൊണ്ടും അയാളെ നമുക്ക് സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരാം.
ഈ മുടി വെട്ടുന്നത് പോലെയാണ്. 10 തരം പ്രമേഹം എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ 20. അപ്പൊ നമുക്ക് ആകെ 2 അറിയാവുള്ളൂ, ടൈപ്പ് 1, ടൈപ്പ് 2. അല്ല, ആധുനിക വൈദ്യശാസ്ത്രത്തിലും ഇതിനെ പല രീതിയിൽ തിരിക്കുന്നു അല്ലേ? എൻ്റെ ശാസ്ത്രത്തിൽ പറയുന്നത് പ്രമേഹത്തിന്റെ തുടക്കം ഉണ്ടാകുന്നത് മസ്തിഷ്കത്തിന്റെ കോശങ്ങളിൽ ഉണ്ടാകുന്ന നാശത്തിൽ നിന്നാണ് പ്രമേഹം ഉണ്ടാകുന്നത്. നേരെ നമ്മൾ പറയുന്ന ആഗ്നേയഗ്രന്ഥിക്കല്ല. അല്ലാതെ പഞ്ചസാര കഴിച്ചുകൊണ്ടല്ല. പഞ്ചസാരയാണല്ലോ നമ്മൾ കഴിക്കുന്ന മൊത്തം. നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലി മുഴുവൻ പഞ്ചസാരയാണ്. നമ്മൾ കഴിക്കുന്ന അപ്പവും പുട്ടും ദോശയും കൺവേർട്ട് ചെയ്ത് പഞ്ചസാര. കേരളത്തിലെ ഭക്ഷണ രീതിയാണ് ഏറ്റവും വൃത്തികെട്ട ഭക്ഷണ രീതി, പ്രത്യേകിച്ച് നമ്മുടെ സദ്യ. പക്ഷെ ഇതൊരു കാലം വരെ ആൾക്കാർ കുഴപ്പമില്ലാത്ത ആരോഗ്യവാന്മാരെ ജീവിച്ചിരുന്നല്ലോ. അല്ല, ആ കുഴപ്പമൊന്നും പറഞ്ഞുതരാം. ഈ സദ്യ എന്ന് പറയുന്നത് കഴിഞ്ഞ 50 വർഷം കൊണ്ടോ 30 വർഷം, ഇത് പ്രമേഹ രോഗികളുടെ എണ്ണം കൂടിയത് ഇപ്പോഴാണ്. ഈ 50 വർഷം ഇത് 108 വിഭവങ്ങൾ വിളമ്പി, ഞാൻ ലോകത്ത് പല സ്ഥലത്തും സഞ്ചരിച്ചിട്ടുള്ളപ്പം എങ്ങും ഇത്ര വിഭവസമൃദ്ധമായി ഭക്ഷണം കഴിക്കുന്ന ഒരു ജനതയെ കണ്ടിട്ടില്ല. പല സ്ഥലത്തും അവിടെ ഈ ഓരോന്നിൻ്റെയും ടേസ്റ്റും അതിൻ്റെ വൈരുദ്ധ്യവും അതിൻ്റെ എന്താ പറയുക രസവും, എന്ത് രസമാണ് അതിൻ്റെ ഒരു സിങ്ക്രണൈസിങ്, എന്ത് രസമാണ്. അവസാനം നമ്മൾ മോര് കുടിച്ച് അതിൻ്റെ ദഹന പ്രക്രിയയ്ക്ക് വേണ്ടുന്ന കാര്യം ഉള്ളിലേക്ക് ചെന്ന് പര്യവസാനിക്കുന്ന തലം വരെ അതിനൊരു പ്രോസസ്സ് ഉണ്ട്, അതിനൊരു എന്താ പറയുക SOP ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ ഉണ്ട് ഒരു സദ്യ കഴിക്കുന്നത്. ഇത് കുഴപ്പമില്ല, നമ്മുടെ ആൾക്കാർ ജീവിച്ചിരുന്ന സ്ഥലത്ത് കഴിഞ്ഞാൽ എങ്ങനെ 40 വർഷം കൊണ്ട് അതുൾപ്പെടെ പ്രശ്നത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അത് ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മുടെ സാധനങ്ങളോടുള്ള അന്ധമായ ഒരു ആവേശം കൊണ്ട് നമ്മൾ പറയുന്നത് ഇതൊക്കെയാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനം നടത്തിയിട്ടാണോ പറയുന്നത്? ഇത് എൻ്റെ ഒരു നിരീക്ഷണം. ഞാനും ഇങ്ങനെ കരുതിയിരുന്നതാണ്. ഇപ്പൊ നമ്മുടെ ആറന്മുള വള്ളസദ്യയെ കുറിച്ച് പഠിച്ചാൽ കേരളത്തിലെ ഈ സദ്യ എന്ന് പറയുന്ന കാഴ്ചപ്പാടുണ്ടായിരിക്കുന്നത് കോട്ടയം, പത്തനംതിട്ട ആ മേഖലയിൽ നിന്നാണ്. ഞങ്ങളുടെ നാടാണ്. അവിയൽ ഉണ്ടായത് അവിടുന്നാണ്. അവിയൽ എന്ന് പറയുന്ന ആ വിഭവം ഉണ്ടായത് പോലും ആ നാട്ടിൽ നിന്നാണ്. കളപ്പുറത്ത് ഭീമൻ എന്ന് പറഞ്ഞിട്ടൊരാളാണ് അവിയൽ സൃഷ്ടിച്ചത് എന്ന് പറയും. ആ നാട്ടിലെ ഈ ഭക്ഷണം ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതെന്നറിയോ? പ്രത്യേകിച്ച് ഒരു പണിയെടുക്കാതെ നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയല്ല. വള്ളം തുഴഞ്ഞിട്ട് വരുന്ന ഇത് പണ്ട് കാലത്ത് ഇത് ചെയ്തത് യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന കായംകുളം രാജാവിൻ്റെ സജ്ജരായ പടയാളികളുടെ ഒരു വലിയ നാവിക വിഭാഗം കേന്ദ്രീകരിച്ചിരുന്ന സ്ഥലമാണ് ഈ ആറന്മുള. അവിടുന്ന് അവർ അതുമായിട്ട് പല സ്ഥലങ്ങളിലും പല സൈനികമായിട്ടുള്ള ആവശ്യങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും പോയിട്ട് തിരിച്ചു വരുന്നതും ആ വള്ളം തുഴഞ്ഞ് അഭ്യാസമൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് കൊടുക്കാനുള്ള വിശിഷ്ടമായ, അത്രയും പണിയെടുത്തിട്ട് വരുന്നവന് കൊടുക്കാനുള്ള ഭക്ഷണമായിരുന്നു ഈ വള്ളസദ്യ. ട്രീറ്റാണ്. പക്ഷെ അത് വർഷത്തിൽ എത്ര പ്രാവശ്യം കൊടുക്കും? ഒരു തവണയുള്ളൂ. ഒരു തവണയാണ്. ഈ മാസം ചേട്ടൻ എത്ര ഇൻവിറ്റേഷൻ ഉണ്ട്? എനിക്കൊരു 12ഓളം കല്യാണങ്ങൾക്ക് എന്നെ ഈ മാസം വിളിച്ചിട്ടുണ്ട്. കർക്കിടക മാസം മാത്രമേ ഇല്ലാത്തുള്ളൂ. ചോറ് എന്ന് പറയുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നമ്മളുടെ ശാസ്ത്രം പറയുന്നത്, അതായത് ഞാൻ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രം പറയുന്നത് പഴനെല്ലിൻ്റെ അരി കഴിക്കണം. ഈ പഴനെല്ലിൻ്റെ അരി എപ്പോഴാണ് കഴിക്കാൻ പറയുന്നത്? ദിവസം ഒരു നേരമേ കഴിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പത്തായത്തിനകത്ത് നെല്ലിട്ടാൽ നമ്മളത് എടുക്കുന്നതിനൊരു രീതിയുണ്ട്. എൻ്റെയൊക്കെ നാട്ടിലെ പത്തായത്തിൽ നിന്ന് നെല്ലെടുക്കുന്നത് ഇടുന്നത് മുകളിലൂടെ ആണെങ്കിൽ എടുക്കുന്നത് അവിടെ എങ്ങനെയാണ്? കാരണം പഴയ നെല്ലാണ് എടുക്കേണ്ടത്. ഒരു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള നെല്ല് കുത്തി ആ നെല്ല് വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നില്ല. പ്രാതൽ എന്ന് പറയുന്ന അത് വന്നത് പാശ്ചാത്യർ വന്നതിന് ശേഷമാണ്. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഭവങ്ങളിൽ ഏതാണ് കേരളത്തിലുള്ളത്? അപ്പം, പുട്ട്, ഇഡ്ഡലി. ഏതെങ്കിലും മലയാളി കേരളത്തിലുണ്ടായ ഏതെങ്കിലും? പുട്ട് മലയാളിയുടെ അല്ല. പുട്ട് ശ്രീലങ്കൻ. ആ വാക്ക് പോലും ശ്രീലങ്കൻ ഭാഷയിൽ നിന്ന് വന്നതാണ്. മലയാളി എന്താ കഴിച്ചോണ്ടിരുന്നത്? ദോശ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ വഴി, ഉടുപ്പി വഴി കറങ്ങി വന്നതാണ്. 70 കാലഘട്ടത്തിലല്ലേ മസാല ദോശയൊക്കെ നമ്മൾ ഇത്ര വ്യാപകമായത്. ഇന്ന് മന്തി വ്യാപിക്കുന്നത് പോലെ അന്ന് മസാല ദോശ വ്യാപിച്ചത്. തമിഴ് ഹോട്ടലുകൾ. അതെ, എറണാകുളത്ത് തന്നെ എനിക്ക് തോന്നുന്നു BTSലാണ് ആദ്യത്തെ മസാല ദോശ വ്യാപകമായിട്ട് വന്നത്. അപ്പം ഈ പറയുന്ന പുട്ട് നമ്മുടെ അല്ല, ഇടിയപ്പം. അപ്പൊ എന്തായിരുന്നു മലയാളിക്ക് ഉണ്ടായിരുന്നത്? ഞാൻ ഇതിനെക്കുറിച്ച് കുറെ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട്. നമ്മുടെ പാലിയം ചേന്നമംഗലത്തെ അവിടെ ഇപ്പോൾ ആർക്ക് പോയാലും അവിടുത്തെ പറഞ്ഞു തരാൻ ഗൈഡും ഒക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് അവർ പറയുന്നത്
അവിടെ രാവിലെ എഴുന്നേറ്റാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് പശുവിൻ്റെ പാല് കൊടുക്കും. ഒരു 11 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാം. പിന്നെ ഒരു ഭക്ഷണം ഉള്ളത് 5 മണിക്ക് 6 മണിക്ക് ഇടയ്ക്കാണ്. ഇത്രേ ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ, 2 നേരം. അതിനകത്ത് തന്നെ കുമ്പളങ്ങ, മത്തങ്ങ, ചേന തുടങ്ങിയിട്ട്, ഇത് ഒരു രാജകുടുംബമാണ്, പ്രഭു കുടുംബമാണ്. അവിടുത്തെ ഭക്ഷണം പാലിയത്തച്ഛൻ്റെ പാലിയം കൊട്ടാരം അവിടുത്തെ ഭക്ഷണ രീതിയാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു രീതിയെ ഉണ്ടായിരുന്നില്ല. പ്രാതൽ ആർക്ക് കൊടുക്കണം? വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം ഒക്കെ ചില വ്യക്തികൾക്ക് 3 നേരം ഭക്ഷണം കൊടുക്കേണ്ടി വരും. അല്ലാതെ സാധാരണ രീതിയിൽ ഉണ്ടായിരുന്നില്ല. ഈ ചരിത്രത്തിൽ അടയാളപ്പെടുത്താതെ പോകുന്ന മനുഷ്യരെങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിരുന്നതെന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് പണിയെടുക്കാനായിട്ട്, എൻ്റെ നാട് അടൂരിൻ്റെയൊക്കെ അടുത്താണ് എൻ്റെ നാട്. രാവിലെ എഴുന്നേറ്റങ്ങ് പറമ്പിൽ പോവുകയാണ്. പോകുമ്പം നാഴി വെള്ളം കുടിച്ചിട്ട് പോകും. പിന്നൊരു 9 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കും. പിന്നത്തെ ഭക്ഷണം കഴിക്കുന്നത് ഈ സാധാരണ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ. എൻ്റെ അപ്പൂപ്പനൊക്കെ അങ്ങനെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ഒന്നൊരു ഭക്ഷണം കഴിക്കും. വൈകുന്നേരം ഒരു പഴമോ ഒരു കരിക്കോ അങ്ങനെ എന്തെങ്കിലും വളരെ ലഘുവായിട്ടാണ് 2-3 കാളകളെ കൊണ്ടു നടന്നിരുന്ന എൻ്റെ പൂർവികർ കഴിച്ചിരുന്ന, കൃഷിപ്പണിക്കാരായിരുന്ന പൂർവികർ കഴിച്ചിരുന്ന ഭക്ഷണമാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് ഇതേപോലുള്ള ഇപ്പോൾ 4 മണിയാകാറായി, ഇപ്പോൾ സ്നാക്സ് വരും. പണ്ടങ്ങനെ ഉണ്ടായിരുന്നു. അല്ല, അപ്പം പിന്നെ നമ്മളെ ആരാണ് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളൊരു രാജാവിനെ പോലെ കഴിക്കണം, ഉച്ചഭക്ഷണം നിങ്ങളൊരു എന്താ പറയുക ഒരു സമ്പന്നനെ പോലെ കഴിക്കണം, വൈകുന്നേരത്തെ ഭക്ഷണം നിങ്ങളൊരു അടിമ അങ്ങനെ ദരിദ്രനെ പോലെ കഴിക്കണം എന്ന്. ആപ്പിൾ കഴിച്ചാൽ രോഗം മാറും എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞത്. കാരണം അവൻ്റെ നാട്ടിലെ ആപ്പിൾ കൃഷി ചെയ്യുന്നുള്ളായിരിക്കും അല്ലേ? അതെ. ഈ ബ്രിട്ടീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു രീതി, നമ്മളിപ്പോൾ വിദേശത്തൊക്കെ പോകുമ്പോൾ ബ്രിട്ടീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്ന് പറയും. അതെ. ആ ഒരു സംവിധാനമൊക്കെ വന്നത് പാശ്ചാത്യ. ഇപ്പം ചായ വന്നതെന്നാ? ചായ വന്നത് ബ്രിട്ടീഷുകാർക്ക് ശേഷമാണ്. അപ്പം നമ്മളുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് വളരെ ഉദാത്തവും മൗലികവും ലഘുവും സരളവുമായിരുന്നു. അല്ല, ഈ നമ്മൾ ആ ഒരു കാലത്തെ പറ്റി നമ്മൾ പറയുമ്പം അന്ന് അരിയാഹാരത്തിന് പകരം നമ്മൾക്ക് ധാന്യങ്ങളായിരുന്നു, മില്ലറ്റ്സ് ആയിരുന്നു എന്ന് പറയാം അല്ലേ? തെറ്റാണ്. മില്ലറ്റ്സ് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തിരുന്നത് വളരെ ചുരുക്കം. ഇപ്പോൾ പാലക്കാട് ഭാഗത്ത് മില്ലറ്റ്സ് ധാരാളമായി കൃഷി ചെയ്തിരുന്നു. അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഇത് കൃഷി ചെയ്തിട്ടുണ്ട്. ഇടുക്കിയുടെ ചില പ്രദേശങ്ങളിലൊക്കെ മില്ലറ്റ്സ് കൃഷി ചെയ്തിട്ടുണ്ട്. വനവാസികളായ വ്യക്തികൾ ചില ചെറുധാന്യങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ഈ ജലസേചനത്തിനെ ആശ്രയിച്ച് നമ്മുടെ പാടത്ത് ചെയ്യുന്ന കൃഷിരീതികൾ പരിചിതമല്ലാത്തവരും അതിനുള്ള സാധ്യതയില്ലാത്തവരും, ഇപ്പോൾ അഗസ്ത്യാർകൂടത്തിൻ്റെ ഭാഗത്തുള്ള ആദിവാസികൾ ചില ചെറുധാന്യങ്ങളൊക്കെ കൃഷി ചെയ്തിരുന്നത് അവിടെയുള്ള മല്ലൻകാണിയെ പോലെയൊക്കെയുള്ള ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ അത്രയും മില്ലറ്റ്സ് ഒന്നും കഴിച്ചിരുന്നില്ല. ഈ അരി തന്നെയായിരുന്നു നമ്മളുടെ പ്രധാന ഭക്ഷണം പണ്ടും. പക്ഷെ അതിനൊരു അളവ് ഉണ്ടായിരുന്നു. കിഴങ്ങ് വർഗ്ഗങ്ങൾ ധാരാളമായിട്ട് നമ്മൾ കഴിച്ചു. അല്ല, അത് തന്നെയല്ല ഇന്ന് ഉപയോഗിക്കുന്ന അരി ആയിരുന്നിരിക്കണം എന്നില്ല. ഇപ്പം രക്തശാലി അരി പോലെയൊക്കെയുള്ള ഇത്രയും ഷുഗർ ഷൂട്ടപ്പ് ചെയ്യാത്ത മറ്റ് ചില അരികളായിരുന്നിരിക്കണമോ? എന്താണ് അതിൻ്റെ ഒരു? അരി എന്നുള്ള വാക്കിന് ശത്രു എന്നൊരു അർത്ഥമുണ്ട്. അങ്ങനെ ഉണ്ടല്ലേ? അതെന്താ അല്ലേ? അങ്ങനൊരു അർത്ഥമല്ലേ? അതെങ്ങനെയാണ്? അരി എന്ന് പറഞ്ഞൊരു മലയാളത്തിൽ ശത്രു എന്നുള്ളതിൻ്റെ ഒരു പര്യായമാണ് അരി അല്ലേ? അപ്പൊ ഈ എത്ര അളവിൽ കഴിച്ചാലും, അതിന് റാഗി കഴിച്ചാലും മറ്റ് ചെറുധാന്യങ്ങൾ കഴിച്ചാലും ഗോതമ്പ് കഴിച്ചാലും ഇതൊന്നും ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തുന്നില്ല. ചെറിയ വ്യത്യാസം വരുത്തുള്ളൂ. അപ്പോൾ സാധാരണ ദോശ 1 എണ്ണം കഴിക്കാവുന്നിടത്ത് റാഗിയുടെ ദോശ 5 എണ്ണം കഴിക്കും. അപ്പോൾ ഇൻടേക്ക് കറക്റ്റാണ്. അപ്പൊ എന്ത് ഭക്ഷണവും അമിതമാകാതെ അല്പം ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ആരോഗ്യത്തോടു കൂടിയിരിക്കാം. അപ്പം ഞാൻ കഴിക്കുന്ന ഭക്ഷണ രീതി, ഇന്ന് രാവിലെ ഞാൻ കഴിച്ചത് ചെറുപയറാണ്. ഉച്ചയ്ക്ക് കഴിച്ചത് വാഴയ്ക്കായുടെ തോരൻ എൻ്റെ ഈ ഒരു കയ്യിൽ കൊള്ളുന്ന അളവിലും ഒരു ചെറിയ പിടി ചോറും മോരുകറിയാണ് കഴിച്ചത്. ഇനി എനിക്കൊരു 6 മണിയാകുമ്പോൾ ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ അതേപോലെ ലഘുവായിട്ടുള്ള ഒരു ഭക്ഷണമോ കഴിച്ചാൽ മതി. ഞാൻ രാവിലെ വ്യായാമം ചെയ്യുന്നുണ്ട്, രോഗികളെ നോക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്.
നമ്മുടെ ഗുരുകുലത്തിലും പൊതുവെ ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണ രീതിയാണ്. ഫ്രൂട്ട്സ് കഴിക്കാറേയില്ല. ഞങ്ങൾ വരുന്ന അവിടെ ഗുരുകുലത്തിൽ വരുമ്പം പദ്യത്തിൽ ഇറച്ചി മീനും കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു വരും. ഇഷ്ടം പോലെ ഇറച്ചിയും മീനും കഴിക്കാം. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആവശ്യത്തിന് ഇറച്ചിയും മീനും കഴിക്കാം. പക്ഷെ ഫ്രൂട്ട്സ് കഴിക്കരുത്. അതൊരു വിചിത്രമായി തോന്നുന്നുണ്ടല്ലോ. ഞങ്ങൾ ഓരോരുത്തരും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, കേട്ടിരിക്കുന്ന, മനസ്സിലാക്കിയിരിക്കുന്ന പല സ്റ്റാൻഡേർഡ്സിനെയും വെട്ടി താഴിട്ടുകൊണ്ടാണ് ഫ്രൂട്ട്സ് കഴിക്കാനാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അതായത് ഒരു ഇങ്ങനെ ചോദിക്കും, ഇപ്പോൾ മദ്യം കഴിക്കരുത്. ഇപ്പോൾ മദ്യം കഴിക്കുന്നവരാണെങ്കിലും മറ്റുള്ളവരോട് മദ്യം കഴിക്കരുത്, അത് ദോഷമാണെന്ന് പറയും. എന്തുകൊണ്ടാണ്? അത് ശരീരത്തിന്, ആരോഗ്യത്തിന് ഹാനികരമാണ്. ഈ മദ്യം ഉണ്ടാക്കുന്ന എന്തിൽ നിന്നാണ്? ഫ്രൂട്ട്സിൽ നിന്ന്. അരി, ഗോതമ്പ്, ഫ്രൂട്ട്സ് ഇതിൽ നിന്ന് തന്നെയാണ് മദ്യം ഉണ്ടാക്കുന്നത്. കോഴിയോ മീനോ ഉപയോഗിച്ചിട്ട് മദ്യം ഉണ്ടാക്കാൻ പറ്റും. ഈ വസ്തുക്കൾ, ഈ പഴങ്ങൾ, നമ്മുടെ നാട്ടിൽ ഈ പഴങ്ങളൊക്കെ വന്ന് എന്നോട്ടാണ്. 40 വർഷം മുമ്പ് അപൂർവമായി സീസണിൽ ഓറഞ്ചോ മുന്തിരിയോ ഒക്കെ വരും. മാങ്ങയുണ്ടായിരുന്നു, കൈതച്ചക്ക ഉണ്ടായിരുന്നു. കൈതച്ചക്ക ഈ ബർമയിൽ നിന്നൊക്കെയാണ് കൈതച്ചക്ക ഒരു കാലത്ത് വന്നത്. നമുക്കൊരു 100 വർഷത്തിൻ്റെ അപ്പുറത്തേക്ക്, കാരണം ആയുർവേദത്തിൻ്റെ 16-ാം നൂറ്റാണ്ടിനപ്പുറത്തുള്ള ടെക്സ്റ്റുകളിലൊന്നും കൈതച്ചക്കയെക്കുറിച്ച് പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. നമ്മുടെ നാട്ടിലെ പഴങ്ങൾ പൊതുവെ ഒറ്റ വാക്കിൽ ചക്ക, മാങ്ങ, തേങ്ങ, ഈ വന്ന പഴങ്ങൾക്കാണ് ഒന്നുകിൽ മറ്റു ഭാഷയിലുള്ള പേര് അല്ലെങ്കിൽ 2 വാക്കുകളെ കൂട്ടിച്ചേർക്കുന്നത്. കൈത, ചക്ക. പക്ഷേ ഈ തേങ്ങയും ചക്കയും പോലും വന്നതാണല്ലോ ഇപ്പോൾ പറയുന്നത്. തെക്കൻ കായ എന്നുള്ള അർത്ഥത്തിൽ തന്നെ പറഞ്ഞു വന്നതാണ് തേങ്കായ്, തെക്കൻ കായ. ഈ ചാത്തന്നൂരിനടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് തെങ്ങിൻ്റെ ഏറ്റവും പഴക്കമുള്ള ഫോസിൽ കണ്ടുപിടിച്ചത്. അതിപ്രാചീനമായ കൃതികളിലൊക്കെ പനസം, മുളക്, ഏലം, ഇഞ്ചി, പനസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക, ഇതിനെക്കുറിച്ച് വളരെ പ്രാചീനമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഈ പഴങ്ങളിലുള്ള പഞ്ചസാര മനുഷ്യന് നേരിട്ട് ദഹിപ്പിക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് കരളിൽ പോയി കൊഴുപ്പായിട്ടടിയും. നമ്മൾ ഈ കഴിക്കുന്ന പഴങ്ങളിലെ പഞ്ചസാര കരളിൽ കൊഴുപ്പായിട്ടടിയും. ഒരു സാത്വികനായ തിരുമേനി, ഈ നമ്മുടെ എറണാകുളത്ത് ഒരു പ്രമുഖ ക്ഷേത്രത്തിലെ ഒരു പരമസാത്വികനും 60 വയസ്സുള്ള ഒരാളുമാണ്. അദ്ദേഹത്തിന് ഫാറ്റി ലിവറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ മദ്യം കഴിച്ചിട്ടില്ല, ഞാൻ തെറ്റായ വഴി കൂടെ പോയിട്ടില്ല. ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നൊക്കെ ആധുനിക ശാസ്ത്രം വിളിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇദ്ദേഹം രാത്രി 2 മണിക്ക് എഴുന്നേറ്റു, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്ത് അമ്പലത്തിലെ പടച്ചോറ്, ഈ പടച്ചോറെന്ന് പറയുന്നത് ഈ കഞ്ഞി ഒട്ടും വെള്ളം ഒട്ടും ഊറ്റിക്കളയാതെ മുഴുവൻ ഗ്ലൂക്കോസും അതിനകത്ത് വീഴും. ആ ചോറും കഴിച്ച് പിന്നെ അവിടുത്തെ നിവേദിക്കാൻ കൊണ്ടുവരുന്ന പഴവർഗ്ഗങ്ങളും കഴിച്ച് കേൾക്കുമ്പം പരമസാത്വികൻ, പാവം എന്ന് തോന്നും. പക്ഷെ അദ്ദേഹം കഴിക്കുന്നത് വിഷമാണ്. വർഷങ്ങളായിട്ട് ഇത് തന്നെ കഴിച്ച് അദ്ദേഹത്തിൻ്റെ ലിവറിൻ്റെ പ്രവർത്തനം തകരാറിലായി. നമുക്കിത് 15 ദിവസം കൊണ്ട്, ഇപ്പോൾ ഈ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്ന അവസ്ഥ, ഞങ്ങളതിനെ പിത്തം എന്നൊരു കാഴ്ചപ്പാടിലാണ് എടുക്കുന്നത്. 15 ദിവസം കൊണ്ട് നമുക്കതിനെ കുറയ്ക്കാൻ പറ്റും. ഒരു ഗ്രേഡ് 15 ദിവസം കൊണ്ട് കുറയ്ക്കാൻ പറ്റും. പരിശോധിച്ച് നമുക്ക് ഉറപ്പിക്കാനും പറ്റും. നമ്മളൊരു മരുന്ന് കൊടുത്താൽ 15 ദിവസം കൊണ്ട് ഫാറ്റി ലിവറിൻ്റെ ആദ്യത്തെ ഗ്രേഡ് കുറയും. അത് പരിശോധിച്ചുറപ്പിക്കണം. ഗ്യാരണ്ടി എന്ന് പറയാൻ വരുന്നവൻ ഏത് തരക്കാരനാണെന്ന് നോക്കിയിട്ട് എങ്കിലും ഉപയോഗിച്ചാൽ. ഇന്ന് വരെ നമ്മൾ ഇത് ഡോക്യുമെന്റ് ചെയ്ത് ഗുരുകുലത്തിൽ ഇത്തരം കേസുകൾ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓരോ രോഗവും ഞങ്ങൾ പ്രത്യേകമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, 2-3 വർഷം മുമ്പ് വന്ന ആൾക്കാരെ ഞങ്ങൾ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യും. എങ്ങനെയുണ്ട്, ഇപ്പോൾ വേറെ വല്ല ചികിത്സയ്ക്കും പോയോ? അപ്പോൾ ഇത്രയും വളരെ ശാസ്ത്രീയമായിട്ട് ഇത്തരം കാര്യങ്ങളെ, ഈ നാട്ടറിവുകളെ അന്ധവിശ്വാസമായിട്ട് കേട്ടതുപോലെ എടുത്ത് വിഴുങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ പല നാട്ടറിവുകളിലും, പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട പല നാട്ടറിവുകളിലും ശുദ്ധ അസംബന്ധമുണ്ട്. ഇപ്പോൾ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ ഒക്കെ പ്രചരിക്കുന്ന ഒരു തൊട്ടാവാടി അരച്ച് കരിക്കും വെള്ളത്തിൽ കുടിച്ചാൽ ഷുഗർ കുറയും. ശരിയാ, മരിച്ചു പോയാൽ ഷുഗർ കുറയുമല്ലോ. തൊട്ടാവാടി വിഷമാണ്. തൊട്ടാവാടിയിൽ വിഷമുണ്ട്. തൊട്ടാവാടിയുടെ ഉള്ളിലിരിക്കുന്ന ഈ
ജോയിന്റിൽ ഒരു മുഴ പോലെ കണ്ടിട്ടില്ലേ, അതൊരു പ്രത്യേകതരം വിഷമാണ്. അത് പ്രമേഹമുള്ളവൻ കരിക്കും വെള്ളത്തിലും കൂടെ ഇത് ചേർത്ത് കഴിക്കുമ്പോൾ ഇത് അവനെ ഗുരുതരമായിട്ട് ബാധിക്കും. ഇത് നാട്ടറിവിൽ പ്രചരിക്കുന്ന പല പുസ്തകങ്ങളിലും പല ഇതിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്നവരൊക്കെ പോയിട്ട് പറയുന്ന ഒരു കാര്യമാണ് തൊട്ടാവാടി പ്രമേഹത്തിൽ ഉപയോഗിക്കാമെന്ന്. പക്ഷേ അപകടമാണ് മനുഷ്യന്. അപ്പം ഞങ്ങളിതിനെ യുക്തിയോടുകൂടി ശാസ്ത്രീയമായിട്ട് അപഗ്രഥിച്ചതിന് ശേഷമാണ് അതിനെ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യും. ഒരാൾക്ക് ഒരു പ്രമേഹം ഇൻസുലിൻ നിർത്തിയ ഒരു വ്യക്തിയെ ഞങ്ങൾ 3 വർഷമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അയാളുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട്. ഇപ്പോൾ നമ്മളുടെ മരുന്നുകളൊക്കെ ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്തി സ്റ്റെബിലിറ്റി സ്റ്റഡിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന മരുന്നുകളുണ്ട് നമുക്ക്. ഈ മരുന്നുകളുടെ ഒക്കെ പുറകിൽ കൃത്യമായ പഠനം അതാത് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി അതിൻ്റെ രേഖകൾ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതായത് നാട്ടറിവുകളുമായി ബന്ധപ്പെട്ട് നാട്ടറിവുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിനൊരു ഡോക്യുമെന്റേഷൻ ഇല്ലായ്മയാണ്. അത് നിങ്ങൾ പരിഹരിക്കുന്നുണ്ടെന്നാണ്. വാസ്തവത്തിൽ നാട്ടറിവ് എന്ന് പറയുന്നത് മലയാളി മാത്രം പറയുന്ന, മലയാളിയുടെ ഈ ആധുനിക കാലത്ത് ജീവിക്കുമ്പോൾ ഗൃഹാതുരത്വത്തിനെ കൊണ്ടു നടക്കുന്ന മലയാളിയുടെ ഒരു മണ്ടത്തരം മാത്രമാണ് നാട്ടറിവ്. അങ്ങനെ ഈ നാട്ടറിവ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു കാര്യമൊന്നുമില്ല. എന്താണ് നമ്മുടെ നാട്ടിലുള്ള നാട്ടറിവ്? ഇപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. എൻ്റെ പല്ലുവേദന വന്നപ്പോൾ അച്ഛൻ എനിക്ക് നാട്ടിൽ വൈദ്യരെ കൊണ്ട് കാണിച്ചിട്ട് എൻ്റെ നഖത്തിൽ ഒരു പച്ചല ചൂടാക്കി ഒഴിച്ചിട്ട് എൻ്റെ പല്ലുവേദന മാറിയത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന. തീർച്ചയായിട്ടും അത് ആ വൈദ്യൻ്റെ അറിവാണ്. അതിനെ നമ്മൾ എത്ര നിസ്സാരമായിട്ടൊരു നാട്ടറിവ് എന്ന് പറയുന്നു. അങ്ങേക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വൈദ്യൻ ആ അറിവ് നേടിയെടുക്കാൻ എത്ര കാലത്തെ നിരീക്ഷണങ്ങളും പഠനങ്ങളും എത്ര തലമുറ നടത്തിയിട്ടുണ്ടാവും. അത് കേവലം ഒരു നാട്ടറിവ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്ന ഒരു കാര്യമാണ്. അങ്ങേക്കിത് സംഭവിച്ചതാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പുറകിൽ വൈദ്യൻ്റെ വർഷങ്ങളോളമുള്ള നിരീക്ഷണവും പരീക്ഷണവും യാദൃച്ഛികമായിരിക്കത്തില്ല. കാരണം പല്ലുവേദന അത്ര സ്പീഡിൽ മാറ്റാൻ പറ്റത്തില്ല. അല്ല, ഇത് എനിക്ക് പേഴ്സണലി വളരെ അത് വൈദ്യം ഭാരതീയ വൈദ്യമാണത്, പാരമ്പര്യ വൈദ്യമാണ്, അത് നാട്ടറിവല്ല. നമ്മളിതിനെ നമ്മുടെ നമ്മൾ നാട്ടറിവെന്നും പറഞ്ഞ് തരം താഴ്ത്തുന്നു എന്നാണ് അങ്ങ് പറയുന്നത്. ഞാൻ തരം താഴ്ത്തരുത്. മഹത്തായ പാരമ്പര്യമായ ഇപ്പോൾ ആയുർവേദത്തിലുള്ള ഒരു മരുന്ന്, ഉദാഹരണത്തിന് ദശമൂലം കഷായം. ഈ ദശമൂലം കഷായം എന്നുണ്ടായി, ആര് തുടങ്ങി വെച്ചു, അത് നമുക്കറിയത്തില്ല. പക്ഷെ തലമുറ ഇപ്പം മണിപ്രവാളത്തിൽ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ആലത്തിയൂർ മണിപ്രവാളം. ഈ ആലത്തിയൂർ മണിപ്രവാളം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ, ഇത് മലപ്പുറം ജില്ലയിൽ കണ്ടെടുത്തിട്ടുള്ള ഒരു വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ്, ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ആലത്തിയൂർ മണിപ്രവാളത്തിൽ പറയുന്ന മരുന്നുകൾ ഇപ്പോഴും നിലവിലുണ്ട് ആയുർവേദത്തിൽ. ഇത് കഴിച്ചിട്ട് ഒരു മനുഷ്യന് ഇന്നൊരു കുഴപ്പം വന്നിട്ടില്ല. അപ്പം ധന്വന്തരം കുഴമ്പ്, എത്ര തലമുറകളാണ് ധന്വന്തരം കുഴമ്പ് തേച്ച് കടന്നുപോയത്. നമ്മൾ ഈ ആധുനിക കാലത്തുള്ള പല മരുന്നുകളും എൻ്റെ അമ്മുമ്മയ്ക്ക് പ്രസവത്തിന് കൊടുത്ത മരുന്ന് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല. അതെൻ്റെ മക്കൾക്കോ ഭാര്യയ്ക്കോ ആ മരുന്നായിരിക്കത്തില്ല കൊടുക്കുന്നത്. അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. കാരണം അതിനകത്ത് മാറ്റുക എന്നുള്ളത് ഒരു ശാസ്ത്രീയമായ കാര്യം തന്നെയാണ്. പക്ഷെ ആയുർവേദം ഈ നിരീക്ഷണങ്ങളിലും പരീക്ഷണങ്ങളിലൂടെയും മാറ്റം വരുത്തി സ്ഥിരീകരിച്ച് അതിനെ ഇനി ഒരിക്കലും മാറ്റേണ്ടി വരില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്നതാണ് ആയുർവേദത്തിലെ പല മരുന്നുകളും, മർമ്മശാസ്ത്രത്തിലെ പല മരുന്നുകളും. ഒരാൾക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു വെളിപാടല്ല ഔഷധങ്ങൾ. അതിൽ ചേർക്കുന്ന ഓരോ ഔഷധങ്ങളുടെയും ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് ഒരു ഔഷധത്തിനെ, ഒരു ചെടിയെ, ഇപ്പോൾ ഒരു പുളിയില, അതിൻ്റെ രസമുണ്ട്, അതിന് ഗുണമുണ്ട്, വീര്യമുണ്ട്, വിപാകമുണ്ട്, പ്രഭാവമുണ്ട്. ഈ 5 രീതിയിൽ ഒരു ഔഷധത്തിന് കാഴ്ചപ്പാടുണ്ട്. വിപാകം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ദഹിക്കും, ഒരു പുളിയില അല്ലെങ്കിൽ ഒരു പുളിയാറില ഒരാളുടെ വയറ്റിൽ ചെന്നാൽ അത് എത്ര സമയം കൊണ്ട് എങ്ങനെയാണ് ദഹിച്ച് അത് ഏത് അവസ്ഥയിലേക്ക് മാറുമെന്നുള്ള വിസ്തൃതമായ പഠനം നമ്മുടെ പാരമ്പര്യ ശാസ്ത്രങ്ങളിലുണ്ട്. ഇത് കേവലം ഒരു നാട്ടറിവ്, വാട്സാപ്പിലൂടെ വന്ന നാട്ടറിവ് എന്ന് പറഞ്ഞിട്ട് നമ്മളിതിനെ തമസ്കരിക്കാൻ പാടില്ല. പാരമ്പര്യ അറിവുകളാണ്, മാറ്റമില്ലാത്തതാണ്. അപ്പോൾ ഈ പഴങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഈ പഴങ്ങൾ കഴിച്ചിട്ട് ശരിയായിട്ടുള്ളതല്ല, ഒരു നിരീക്ഷണമാണ്, ഇതിന് ശാസ്ത്രീയ അടിത്തറയൊന്നുമില്ല. ഈ നിപ്പ
തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ വരുന്ന സമയവും റംബുട്ടാൻ തുടങ്ങിയ ഈ പുതിയ തരത്തിലുള്ള പഴങ്ങൾ വരുന്ന സമയവും കൂടെ ഒന്ന് ബന്ധപ്പെടുത്തി നോക്കി. പണ്ടൊരു വൈദ്യനെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഒരു വ്യക്തി വവ്വാല് കടിച്ച പഴം തിന്നത് വലിയ വാർത്തയായി. അയാൾക്ക് ഭ്രാന്താണെന്നും അല്ലെന്നും ഒക്കെയുള്ള വാദങ്ങളുണ്ടായി. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കാക്കപ്പാതിയും വാവലുപാതിയും ഒക്കെ കഴിക്കുന്നവരായിരുന്നു. നമ്മൾ ഉൾപ്പെടെ നമ്മളുടെ ഈ വവ്വാല് നമ്മളുടെ തദ്ദേശീയമായ പരിസ്ഥിതിയിൽ ജീവിച്ചിരുന്ന ഒരു 50 കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്ക് വവ്വാലുകൾ പോകാറില്ല എന്നാണ് പറയുന്നത്. ആ 50 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ജീവിച്ചിരുന്ന വവ്വാലുകൾ ഈ ഭൂമിയുടെ അവകാശികൾ, വൈക്കം മുഹമ്മദ് ബഷീർ അവർ ഈ ഭൂമിയുടെ അവകാശികളാണെന്ന് വവ്വാലിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട്. ആ വവ്വാലുകൾ അവർക്ക് തികച്ചും അപരിചിതമായ ഭക്ഷണ രീതിയിലേക്ക് മാറി. കാരണം റംബുട്ടാനൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടും. ഈ അവരുടെ ഉള്ളിൽ വന്ന ജനിതക വ്യത്യാസം അല്ലെങ്കിൽ രോഗങ്ങളുടെ സാധ്യത ഈ പഴങ്ങളിലൂടെ അല്ലേ സംഭവിച്ചത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു നിരീക്ഷണം മാത്രമാണ്. ഇത് പൂർണ്ണമായിട്ടും ശരിയാണെന്നല്ല പറയുന്നത്. മനുഷ്യർക്കുണ്ടാകുന്നില്ലേ ഭക്ഷണ രീതി മാറുമ്പോൾ വ്യത്യസ്തമായ രോഗങ്ങൾ? വവ്വാലുകൾക്കുണ്ടായിക്കൂടെ? അപ്പോൾ നമ്മൾ പഴങ്ങൾ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ഇന്ന് കഴിക്കുന്ന ആപ്പിള് ഏതൊക്കെയോ നാടുകളിൽ നിന്ന് വരുന്നത്, എവിടേക്കോ അത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് വരുന്നതാണ്. നിങ്ങളൊരു ആപ്പിൾ എടുത്തിട്ട് ഒരു കത്തി കൊണ്ട് അതിൻ്റെ പുറത്ത് ചുരണ്ടുക, മെഴുകുണ്ടാവും. അല്ല, യൂറോപ്പിലൊക്കെ വലിയ $1 ട്രില്യൺ ഫാക്ടറിയാണ് ഇത് മെഴുക് പൂശാൻ വേണ്ടി. കാരണം ഇത്രയും കാലം ഇരിക്കണം, ട്രാവൽ ചെയ്യണം, ഇതിനെ കൊണ്ട് അവിടെ നിന്നൊക്കെ ആപ്പിള് വാക്സ് ചെയ്യാതെ അവർക്ക് പുറത്തേക്ക് വിടാൻ പറ്റില്ല. കാരണം ഒരു ആപ്പിൾ നമ്മുടെ കയ്യിലെത്തുന്നത് തന്നെ 6-7 മാസത്തിന് ശേഷമാണ്, പറിച്ചതിന് ശേഷം. അപ്പോൾ അത് വാക്സ് കൊണ്ട് കവർ ചെയ്ത് അന്തരീക്ഷവുമായിട്ടുള്ള അതിൻ്റെ ബന്ധം കട്ട് ചെയ്ത് അത് ചെയ്യാതെയും മോശമാവാതെയും കാണാൻ ഭംഗിയായി ഇരിക്കാനുള്ളത് വലിയൊരു ഇൻഡസ്ട്രി തന്നെയാണ്. ഉറപ്പായിട്ടും. ഞാനൊരു ആപ്പിൾ എടുത്ത് പുറത്തു വെച്ച് ഞാൻ 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ഫ്ലാറ്റിൽ ചെന്നത്. അതിൻ്റെ കൂടിരുന്ന മറ്റ് സാധനങ്ങളൊക്കെ നാരങ്ങ കരിഞ്ഞുണങ്ങിപ്പോയി. ഒരു അവക്കാഡോ ഇരുന്നത് പുഴുത്തു. വേറെ ഇത് ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് ഈ ആപ്പിൾ മാത്രം അങ്ങനെ തന്നെ അതേപോലെ ഇരിക്കും. ആപ്പിൾ മാത്രമല്ല, ഈ പുറത്തുനിന്ന് വരുന്ന പിന്നെ തക്കാളിക്കും ഇതേ പ്രശ്നം. അതെ, ഇത് കാരണം ഇതിനെ ആ രീതിയിൽ തയ്യാറാക്കിയിട്ട് വരുന്നത് കൊണ്ടാവാം. അപ്പം നമ്മുടെ വാഴപ്പഴം ഇരുന്നാൽ എത്ര ദിവസം കൊണ്ട് അത് പോകും. അപ്പം ഇത്തരം പഴങ്ങൾ കഴിക്കരുത് എന്ന് നമ്മൾ പറയും. പ്രമേഹ രോഗികൾ അമിതമായിട്ട് ഈ വാഴപ്പഴം തുടങ്ങി എല്ലാ പഴങ്ങളും വർജിക്കണം. ഒരാളുടെ അടുത്ത് വൈദ്യൻ പറഞ്ഞു കൊടുത്ത, നമ്മൾ ഈ പറയുന്നതിനെ ശരിയായിട്ട് മനസ്സിലാക്കാത്തതാണ് പ്രശ്നം. ഒരാളുടെ അടുത്തൊരു വൈദ്യൻ പറഞ്ഞു, നിങ്ങൾ ദിവസം 2 പഴം കഴിക്കൂ, അതിനുശേഷം 2 മണിക്കൂർ കളിക്കൂ, അപ്പോൾ നിങ്ങളുടെ 10 കിലോ ഭാരം കുറയും. 90 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 90 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഇയാൾക്ക് 10 കിലോ കൂടി. വൈദ്യം പറഞ്ഞതുപോലെയാണ് ഞാൻ ചെയ്തത്. കളിച്ചത് ചെസ് കളിച്ചു, ചീട്ട് കളിച്ചു. കഴിച്ചതോ ചക്കപ്പഴം. 2 ചക്കപ്പഴം കഴിച്ചു, രാവിലെയും കഴിച്ചു, ഉച്ചയ്ക്കും കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വൈദ്യൻ പറയുന്ന രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കണം. ചികിത്സിക്കുന്നവർ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ശരിയായിട്ട് ഗ്രഹിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. പഴം കഴിക്കരുതെന്ന് കേൾക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന പഴങ്ങളും ഉണ്ട്. നെല്ലിക്ക ഒരു പഴമാണ്, കഴിക്കാം. എല്ലാ ദിവസവും കഴിക്കാൻ ചിലർ ജ്യൂസ് അടിച്ച് കുടിക്കും. നെല്ലിക്ക വളരെ അപകടമാണെന്നാണ് പറയുന്നത്. നെല്ലിക്ക ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ അത് മൂത്രാശയ രോഗങ്ങൾ ഉണ്ടാക്കും, കിഡ്നിയെ ബാധിക്കും. നമ്മൾ കരിക്ക് കേൾക്കുമ്പോൾ തന്നെ റോഡ് സൈഡിലെല്ലാം പെപ്സിക്കും കൊക്കോക്കോളയ്ക്കും എതിരായിട്ട് നാടൻ കരിക്ക് കഴിക്കണം എന്ന് നമ്മൾ പറഞ്ഞ് ഞാനും പ്രചരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് പഠിച്ചാൽ ഈ പണ്ടുള്ളവർ കരിക്ക് അധികം കഴിക്കത്തില്ല. നമ്മളൊക്കെ തന്നെ ഈ തേങ്ങ അടത്താൻ വരുന്ന സമയത്ത്, തേങ്ങയുടെ വിളവെടുക്കാൻ വരുന്ന സമയത്ത് കാരണവന്മാരോടൊക്കെ കാല് പിടിച്ച് ചോദിച്ചാൽ ഒരു കരിക്ക് ചെത്തിത്തരും. വല്ല വിശേഷമുള്ള പൂജയ്ക്ക് കരിക്കെടുക്കും. മദ്യത്തിന് പകരം ചില പൂജകളിൽ കരിക്കെടുക്കുന്ന കാണാം. ഈ കരിക്ക് നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരു വസ്തുവാണ്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അപൂർവ അവസരങ്ങളിൽ ഉപയോഗിക്കാം എന്നല്ലാതെ കരിക്ക് നിത്യം ഉപയോഗിച്ചാൽ പ്രമേഹത്തിൻ്റെ സാധ്യത വളരെ വർദ്ധിക്കും. കാരണം ശരീരത്തിലെ
കഫജന്യമായ പല അവസ്ഥകൾക്കും മാറ്റം വരുന്നു. ശരീരത്തിനെ അമിതമായി തണുപ്പിക്കാൻ കരിക്കിൻ്റെ ഉപയോഗം കൊണ്ടുണ്ടാവും. അതുകൊണ്ട് ഈ നെല്ലിക്ക, കരിക്ക് എന്നൊക്കെ പറയുന്ന ഇവരൊക്കെ പോലും ശ്രദ്ധിച്ചുപയോഗിച്ചില്ല എങ്കിൽ നമുക്ക് ദോഷം ചെയ്യുന്നതാണ്. ഈ പനി വരുമ്പോൾ കരി കഴിക്കാവോ? പനി വരുമ്പോൾ ഗർഭിണികൾക്ക് പനി വന്നാൽ കരിക്കിൻ വെള്ളത്തിൽ ഈ കഷായങ്ങൾ പല വിധത്തിലുണ്ട്. ചില ദ്രവ്യങ്ങൾ കരിക്കിൻ വെള്ളത്തിൽ മുക്കി വെച്ചിരുന്നിട്ട് അത് തിളപ്പിക്കാതെ അടുത്ത ദിവസം കൊടുക്കാൻ പറ്റും ഗർഭിണികൾക്ക്. അതിനകത്ത് രാമച്ചം തുടങ്ങിയിട്ടുള്ള ഒരു 8ഓളം ഔഷധങ്ങൾ ചേർത്ത് മുക്കി വെച്ചിട്ട് കരിക്കിൻ വെള്ളം കൊടുക്കാൻ സാധിക്കും. ഞാൻ അതിൻ്റെ ഔഷധങ്ങളുടെ പേര് മനഃപൂർവ്വം പറയാത്തതാണ്, അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ഗർഭിണികൾക്ക് പനി വന്നാൽ കരിക്കിൻ വെള്ളം കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അല്ലാത്തൊരു കഴിക്കണ്ട. അല്ലാത്ത അവസ്ഥയിൽ കരിക്കിൻ വെള്ളം കഴിച്ചിട്ട് ഉപവസിച്ചാൽ എന്തുണ്ടാകും എന്ന് എനിക്കറിയില്ല. അതായത് തമിഴ്നാട്ടിൽ പ്രായമായ ആൾക്കാരെ കൊല്ലാൻ ഉപയോഗിക്കുന്നത് തലയ്ക്കുത്ത്. തലയ്ക്കുത്ത്. അവർക്ക് കരിക്കും കൊടുക്കും. വേറെന്താ കൊടുക്കുന്നത്? കരിക്കിൻ വെള്ളത്തിനകത്ത് ചെളി കലക്കി കൊടുക്കും, പിന്നെ എണ്ണ കലക്കി കൊടുക്കും. എന്നിട്ട് എണ്ണ തേച്ച് കുളിപ്പിച്ച് ഇരുത്തുന്ന ഈ തലക്കുത്ത് തമിഴ്നാട്ടിലൊന്നും പോകണ്ട, നമ്മുടെ നാട്ടിൽ ഈ തലക്കുത്ത് കാണാം. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്നത് ഈ എണ്ണ വാരി സ്വന്തം തലക്കുത്ത് സ്വന്തമായിട്ട് ചെയ്യുന്നവരാണ്. ഇപ്പം ഈ ചേച്ചിമാരൊക്കെ ട്രീറ്റ്മെൻറ്റിന് വരുമ്പം പെടലി വേദന, കൈക്ക് താഴേക്കിറങ്ങിയ വേദന എന്നൊക്കെ പറയുമ്പം MRI റിപ്പോർട്ട് ഉൾപ്പെടെ അവിടെ തേഞ്ഞു ഇവിടെ തേഞ്ഞു എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ നമ്മൾ പതുക്കെ ചോദിക്കും, മുടിയൊക്കെ നന്നായിട്ടുണ്ടല്ലോ, ഏതെണ്ണയാണ് തേക്കുന്നത്? അപ്പോൾ അവരൊരല്പം നാണിച്ച് പറയും, കാച്ചിയ എണ്ണയാണ്. കേരളത്തിൽ ഈ കാച്ചിയ എണ്ണ എന്ന് പറയുന്നവരെടുത്ത് മൊത്തം ചോദിച്ചു, അവരെല്ലാം പറയും കറ്റാർവാഴ, നെല്ലിക്ക, കയ്യൂന്യം, ചെമ്പരത്തി. കൈ കിട്ടിയതല്ല, ഒരു 3 യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് എണ്ണ കാച്ചുന്നവർ മുതലുണ്ട്. ഇതെല്ലാം തണുപ്പാണ്, എല്ലാം തണുപ്പാണ്. ഇത് തലക്കുത്ത് തന്നെയാണ്. ഇത് സ്വന്തം തലയിൽ പൊത്തി വെച്ചിട്ട് ഈ വെയിലത്ത് നമ്മുടെ ഈ ഉഷ്ണത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ തലനീരിറങ്ങി പെടലിക്ക് വേദന എടുത്ത് തിരിക്കാൻ പറ്റാതായി. അതാണ് ഇതിൻ്റെ കാരണമെന്നറിയാതെ നാട്ടിലുള്ള എല്ലാ ചികിത്സാലയങ്ങളിലും കയറി ഇറങ്ങി നടക്കുന്നവരുണ്ട്. തലക്കുത്ത് നമ്മൾ സ്വന്തം ചെയ്തുകൊണ്ടിരിക്കുക. ഈ എണ്ണകൾ പിന്നെ ഇതൊരു നിർദ്ദേശമില്ലാതെ, ഇപ്പം ഏറ്റവും വലിയ ഒരു മണ്ടത്തരം എണ്ണ തേച്ചാൽ മുടി വളരും എന്നുള്ളതൊരു മണ്ടത്തരം. ഇത് അകത്ത പ്രോസസ്സാണല്ലേ. വയറ് ഇപ്പം നെല്ലിക്കയും കയ്യൂന്യവും പ്രത്യേക അനുപാതത്തിൽ ചില മരുന്നുകൾ ചേർത്ത് ഗുളികയാക്കി ഉള്ളിൽ കഴിച്ചുകൊണ്ട് വയറ് ശുദ്ധി ചെയ്തുകൊണ്ട് അതേ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള എണ്ണ അതിരാവിലെ തലയിൽ തേച്ച് 10 മിനിറ്റ് കഴിഞ്ഞാൽ മുങ്ങി തേച്ച് കളയണം. അങ്ങനെയാണ് വിധി. മുടി കൊഴിയുന്നതും ഈ മുടി കൊഴിയാതിരിക്കാനായിട്ട് മരുന്നുണ്ടാക്കുന്ന ഈ യൂട്യൂബിലൊക്കെ വരുന്ന വീഡിയോ ചെയ്യുന്ന വൈദ്യന്മാരെ മൊത്തം നോക്കണം. എല്ലാവരും കഷണ്ടിയാണ്. അപ്പം നമ്മളിത് ആരെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതല്ല. ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. ഈ 10 ചെടികൾ പറിച്ച് തിളപ്പിച്ച് അത് ആരുടെയെങ്കിലും തലക്കുത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇത് നമ്മുടെ നാട്ടിലുണ്ട്. ഈ കരിക്കും വെള്ളം കൊടുത്ത ആൾക്കാരെ കൊല്ലുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു ടോക്ക് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറഞ്ഞോട്ടെ. പക്ഷെ കരിക്കും വെള്ളം വളരെ വൃത്തിയായി കുറച്ച് ആവശ്യത്തിന് കഴിക്കുന്നത് ആരോഗ്യകരവുമാണ് അല്ലേ? നമുക്കൊരു പ്രത്യേക, ഇപ്പോൾ വളരെ ക്ഷീണിതനാണ്, ഭക്ഷണം കഴിച്ചില്ല, ചില പ്രത്യേക അവസ്ഥകളിൽ നമ്മൾ ഒരുപാട് സമയം വെയിലത്ത് നിന്ന് ഒരു പണിയെടുത്തിട്ട് വന്ന് ഒരു കരിക്കും വെള്ളം ചെത്തി കഴിക്കുന്നതുകൊണ്ട് ഒന്നും വരാൻ പോകുന്നില്ല. ഇത് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് കരുതി ഇപ്പം നമ്മൾ ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് നിന്നാൽ പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുന്ന ജോലിക്കാർ വന്ന് 2-3 കരിക്ക് ചെത്തി കുടിച്ചിട്ട് പോകുന്ന ആളാണ്. നിത്യേന വന്ന് കൃത്യം കരിക്ക് കുടിച്ചിട്ട് മാസത്തിൽ ഒന്നിച്ച് പണം കൊടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെ കരിക്ക് കുടിക്കുന്നത് അതൊരു വല്ലപ്പോഴും വളരെ ക്ഷീണിതനായിരിക്കുമ്പോൾ ഒരു കരിക്ക് കുടിക്കുന്നത് പോലെ അല്ല, എല്ലാ ദിവസവും കരിക്ക് കുടിക്കുന്നത്. ഇതാണ് അങ്ങ് ഉദ്ദേശിച്ചത്. അല്ലാതെ കരിക്കിനെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നതല്ല, അത് ഉപയോഗിക്കുന്ന രീതിയാണ്. അതേപോലെ നെല്ലിക്ക എന്ന് പറയുന്നത് എത്ര, ഒരു 3 വരെ കഴിക്കാമോ? നാടൻ നെല്ലിക്ക നമുക്ക് ദിവസം
ഒരെണ്ണം കഴിച്ചാൽ മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. ഈ നെല്ലിക്ക കഴിക്കുന്നതിനേക്കാട്ടിലും എളുപ്പം നാരങ്ങ നീര് കഴിക്കുന്നേ. ഒരു നാരങ്ങ 4ആയി മുറിച്ച് അതിനെ നമ്മൾ 3 നേരം എടുത്തു കഴിഞ്ഞാലും നെല്ലിക്ക കഴിക്കുന്ന ഗുണങ്ങളൊക്കെ കിട്ടും. നാടൻ നെല്ലിക്ക എപ്പോഴും കിട്ടത്തില്ലല്ലോ നമുക്ക്. അപ്പോൾ നെല്ലിക്ക ഒരു ഔഷധമാണ്. മഹത്ത നെല്ലിക്കായ്ക്ക് അമ്മ എന്ന പേര്, ധാത്രി.